DCC അധ്യക്ഷന്മാരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇതെങ്ങനെയാണ് കേരളത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജോയ്സ് ഡാനിയൽ തുടരുന്നുണ്ട്. ജോയ്സ്, അങ്ങനൊരു തീരുമാനം വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക കേരളത്തിൽ? എന്താണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം? അർഗുമാർ, പ്രത്യേകിച്ച് DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ പദവി അല്ലെങ്കിൽ കൂടുതൽ ചുമതല നൽകാം എന്നുള്ള ഒരു തീരുമാനം അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായി വരികയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ AICC നേതൃയോഗങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പോലും DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ പരിഗണന നൽകണം, അവർക്ക് കൂടുതൽ ചുമതലകൾ നൽകണമെന്ന ആവശ്യമാണ് ഈ കോൺഗ്രസിന്റെ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യത്തുള്ള എല്ലാ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റുമാരെയും അവരെ ചേർത്തൊരു യോഗം വിളിക്കാമെന്ന് AICC തീരുമാനവും എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം തന്നെയാണ് താഴെത്തട്ടിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ DCC പ്രസിഡന്റുമാരുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു മുഴുവൻ സമയ പ്രവർത്തനം എന്ന രീതിയിൽ തന്നെയാണ് അവരെ ഒരു ദീർഘവീക്ഷണത്തോടെ അവിടെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ DCC പ്രസിഡന്റുമാരെ പുതിയതായി നിശ്ചയിക്കുന്ന വഴി കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിലൂടെ പാർട്ടിയുടെ താഴെത്തട്ടിലേക്കുള്ള വളർച്ചയും ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ നടത്താനും ഒക്കെ തന്നെ DCC പ്രസിഡന്റുമാർ കഴിയും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിൽ DCC പ്രസിഡന്റുമായി നിയമനം കിട്ടുന്നവർ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ പിന്നെ മത്സരിക്കുന്ന ഒരു രീതി അത് കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിനെ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക അലഹബാദ് നടക്കുന്ന AICCയുടെ യോഗത്തിലായിരിക്കും. ഏപ്രിൽ 8, 9 തീയതികളിലാണ്. പക്ഷേ DCC പ്രസിഡന്റുമാർക്ക് ഇനി ലോക്സഭയിലേക്കോ അതല്ലെങ്കിൽ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കോ മത്സരിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കാൻ മുഴുവൻ ഒരു പ്രയത്നം തന്നെ DCC പ്രസിഡന്റുമാർ നടത്തണമെന്ന നീക്കത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും DC പ്രസിഡന്റുമാരുടെ രാജ്യത്തുള്ള എല്ലാ DCC പ്രസിഡന്റുമാരുടെ യോഗം വിളിക്കുന്നതിനൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ കൂടി നൽകി അമിത ചുമതലകൾ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ കോൺഗ്രസിനെ വളർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നിൽ വെക്കുന്ന ലക്ഷ്യം. താങ്ക് യു. ജോയ്സ് ഡാനിയലാണ് ദില്ലിയിൽ നിന്നെത്തിയത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ DCC അധ്യക്ഷന്മാരായിട്ട് മത്സരിക്കാനാണോ തിരക്കുണ്ടാവുക, സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനാണോ തിരക്കുണ്ടാവുക? കാത്തിരുന്ന് കാണാം.